ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. കരയണ്ട. ഇനി എന്ത് ചെയ്തിട്ടാണെങ്കിലും അച്ഛന്റെ ഓട്ടോ തിരിച്ചെടുത്ത് കൊടുക്കാനുള്ള പണം ഞാൻ കണ്ടെത്തിയിരിക്കും. ഇന്നെന്റെ കെട്ടികൾക്ക് എന്താ ഇത്ര സന്തോഷം? എന്റെ മുഖത്തെ സന്തോഷത്തിന്റെ കാര്യമൊക്കെ ഞാൻ പറയാം. ഞാനധികം ഏട്ടനൊരു ചായ എടുക്കട്ടെ? ഇപ്പൊ വേണ്ട, ആദ്യം മോളുടെ സന്തോഷത്തിന്റെ കാര്യം പറ. അത് ഏട്ടാ, എന്റെ ശരീരത്തിന് നല്ല സുഖമില്ല. അയ്യോ, എന്തുപറ്റി? വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അല്ലെങ്കിൽ വേണ്ട, ഡോക്ടറെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. വർഷ എന്താ എന്നോട് വിളിച്ച് പറയാഞ്ഞത്? അയ്യോ ഏട്ടാ, എനിക്കങ്ങനെ ഡോക്ടറിനെ കാണത്തക്ക വിധത്തിലുള്ള അസുഖമൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ നിനക്ക് വയ്യെന്ന് പറഞ്ഞതോ? അതങ്ങനെയല്ല. എനിക്കിപ്പോ ആഹാരത്തിനൊന്നും ഒരു രുചിയും തോന്നുന്നില്ല, ഒന്നും കഴിക്കാനും പറ്റുന്നില്ല. അതാ കുക്ക് ചെയ്യുന്നതിന്റെ പ്രശ്നം. അവരെ ഇന്ന് തന്നെ ഞാൻ പറഞ്ഞു വിടുന്നു. വേണമെങ്കിൽ സ്റ്റാർ ഹോട്ടലിലെ ഷെഫിനെ കൊണ്ടുവന്ന് ഇവിടെ ഞാൻ പാചകം ചെയ്യിപ്പിക്കും. അയ്യോ ഏട്ടാ, ഇത് പാചകത്തിന്റെ ഒന്നും അല്ല. പിന്നെന്തിന്റെ? എനിക്കിപ്പോ മാങ്ങയും പുളിയും ഒക്കെ വേണം. അല്ലെങ്കിൽ എരിവും പുളിയൊക്കെ ഉണ്ടെങ്കിലേ ഏത് ഫുഡ് കൊള്ളാവൂ. ഒരു പൊട്ടൻ. ഏട്ടാ, എനിക്ക് മാങ്ങ തിന്നാൻ തോന്നുന്നു. അത്രേ ഉള്ളൂ. എങ്കിൽ ഞാൻ ഇപ്പൊ പോയി വാങ്ങിച്ചോളൂ. ഒരു മിനിറ്റ്. ഏട്ടാ, പൊട്ട, ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. മനസ്സിലായില്ലേ? എന്റെ വയറ്റില് ഒരു കൊച്ചു വിക്രം വളരുന്നുണ്ടെന്ന്. സത്യമാണോ? വർഷ, മൈ ഡിയർ. ശരി ശരി. ഓടിച്ച് രമേ, ഒരത്യാവശ്യം വന്നപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ. അതെനിക്കറിയാലോ. ശരി, വെക്കട്ടെ. ഈശ്വര, ആരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച് അച്ഛന്റെ വോട്ടോ തിരികെ എടുത്ത് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ലല്ലോ ഭഗവാനെ. ശ്യാമിനെ ഒന്ന് വിളിച്ചു നോക്കാം. ശ്യാമിനെ ഈടെയായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എന്തു പറ്റിയാവോ? ശില്പേ, ഞാനാ വന്ദന. സുഖാണ്. ജഗൻ കുളിക്ക. ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ശില്പേ, ഞാനേ ഒരു സഹായം ചോദിക്കാനാ വിളിച്ചത്. എനിക്ക് ഒരു മാസത്തേക്ക് മറിക്കാൻ 1,00,000 രൂപ വേണമായിരുന്നു. 1 മാസത്തിനകം തിരിച്ചു തരാം, പലിശയും തരാം.
മറ്റന്നാളോ? ഓ സാരമില്ല, നടക്കട്ടെ. പറ്റിനി ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം. ശരി, പെട്ടെന്ന് സുഖാവട്ടെ. വന്ദനെ, എന്തിനാ മറ്റുള്ളവരോടൊക്കെ പണം കടം ചോദിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എങ്ങനെ അച്ഛനെ സഹായിക്കാന്നാ? നാളെ തന്നെ ഒരു വഴി കണ്ടുപിടിക്കാം. ജഗൻ, ഞാനൊരു കാര്യം പറയട്ടെ. വീട്ടിൽ വെച്ച് പറഞ്ഞപ്പോ അച്ഛൻ സമ്മതിക്കാഞ്ഞതാ. എന്താ വന്ദനെ? ഞാൻ എന്റെ ഈ താലിമാല ഒരു തരം. ജഗൻ ഇത് പണയം വെക്കണം. കിട്ടുന്ന പണം പലിശക്കാരന് കൊടുത്ത് ഓട്ടോ തിരിച്ചു ചോദിക്കാം. വേണ്ട വന്ദനെ, അത് വേണ്ട. അച്ഛന്റെ മറ്റൊരു മകളെ പോലെ ആ ഓട്ടോ. അത് നഷ്ടപ്പെട്ട നിമിഷം മുതല് അച്ഛന്റെ സമനില തെറ്റിയിരിക്കായിരിക്കും. വന്ദന വിഷമിക്കണ്ട. ആ പലിശക്കാരൻ എടുത്തുകൊണ്ട് പോയ അച്ഛന്റെ ഓട്ടോ നമ്മൾ തിരിച്ചെടുത്ത് കൊടുക്കും. എങ്ങനെ എടുത്തു കൊടുക്കുന്ന? ആദ്യമായിട്ട് അച്ഛൻ എന്നോടൊരു സഹായം ചോദിച്ചത്. അത് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ. എന്തൊരു ശാപം പിടിച്ച് ജന്മായി പോയി എന്റേത്. വന്ദന കരയണ്ട. ഇനി എന്ത് ചെയ്തിട്ടാണെങ്കിലും അച്ഛന്റെ ഓട്ടോ തിരിച്ചെടുത്ത് കൊടുക്കാനുള്ള പണം ഞാൻ കണ്ടെത്തിയിരിക്കും. സമാധാനായിട്ടിരിക്കെ. ആ ഓട്ടോ അച്ഛന് തിരികെ കിട്ടിയിരിക്കും. ഞാനതെടുത്ത് കൊടുത്തിരിക്കും. ഓ, അപ്പൊ അങ്ങനെയാണ് കഥ. മാധവൻ നായരുടെ ഓട്ടോറിക്ഷ പണം കൊടുക്കാനുള്ള ആരോ ജപ്തി ചെയ്തുകൊണ്ട് പോയി. വീരശൂര പരാക്രമിയായ മരുമകൻ അത് എടുത്തു കൊടുക്കാന്ന് വാക്ക് കൊടുത്തിരിക്കുന്നു. 5 പൈസ വരുമാനമില്ലാതെ തെക്കും വടക്കും നടക്കുന്നവൻ ഇത് എങ്ങനെ എടുത്തു കൊടുക്കാനാ?